വേറൊരു കൂട്ടം ആൾക്കാർ ചോദിക്കും പാലുണ്ടോ. കുഞ്ഞുണ്ടായി ചില ആളുകൾക്ക് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് 2 ആഴ്ചയൊക്കെ എടുക്കും ശരിക്കും ബ്രസ്റ്റ് മിൽക്ക് വരാനൊക്കെ. ഈ പുതിയ അമ്മേനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പയ്യെ തള്ളിവിടും. ഹലോ, ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസവാനന്തര സമയത്ത് കുടുംബങ്ങളും സുഹൃത്തുക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പം ആ കുഞ്ഞിനെ പോയി കാണാനും സമ്മാനങ്ങൾ നൽകാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കുഞ്ഞുണ്ടായിട്ടുള്ള ഒരു ഫാമിലീനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ഫോൺ ചെയ്തിട്ട് അവരെ അറിയിക്കുക. അതായത് നമ്മളിങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വരാൻ പറ്റിയ സമയമാണോ, നിങ്ങൾ ഫ്രീ ആണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരമ്മ ചിലപ്പോൾ എന്താ പറയുക, സിസേറിയൻ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വാർഡിലേക്ക് വരുന്നതേ ഉണ്ടാവുള്ളായിരിക്കും. അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈം ആയിരിക്കുമല്ലോ. അപ്പം അവർ ഒന്നാമതേ നല്ല ക്ഷീണത്തിലായിരിക്കും, പിന്നെ നല്ല പെയിനിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ചെല്ലുമ്പം അവർക്ക് അതിനുള്ളൊരു സമയം കിട്ടത്തില്ല. ഒന്നാമത് അവർ എല്ലാവരും തിരക്കായി പോകും. കാരണം കുഞ്ഞ് എപ്പോഴും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് ഫീഡ് ചെയ്യണം. അപ്പം അമ്മയുടെ ഉറക്കം ശരിയാവുന്നില്ല, കുഞ്ഞിനെ മാറി മാറി എടുക്കുമ്പം കൂടെയുള്ള പാരൻസിന്റെ ഉറക്കം ശരിയാവുന്നില്ല. അപ്പൊ ഈ ഉറക്കമില്ലായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫാമിലി ആയിരിക്കും. അപ്പൊ ഒന്നിനും സമയം കിട്ടാതെ ഒക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പം നമ്മൾ അവരെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും ഒന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവർക്ക് നമ്മൾ വരാൻ പറ്റിയ സാഹചര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ മുന്നേറെ അറിയിച്ചിട്ട് ചെല്ലുമ്പോൾ. ഇനി നമ്മൾ പോയാൽ തന്നെ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ട് വരാൻ നോക്കുക, തിരിച്ചു പോരാൻ നോക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ കുഞ്ഞുണ്ടായ ഒരു വീട്ടിൽ അവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് പോകാനാണ് ഞാൻ പറയണത്. കാരണം അവർ ആ ഒരു പുതിയ ലൈഫായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിസിറ്റേഴ്സിൻ്റെ തിരക്കും കൂടി ആകുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആയിപ്പോവും. അപ്പം നമ്മൾ മുന്നേറി വിളിച്ചിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് പറയാം, ഇങ്ങനെ സന്തോഷമുണ്ട്, വാർത്ത അറിഞ്ഞു, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രീറ്റിങ്സ് അവരെ അറിയിച്ചിട്ട് പറയാം, കുറച്ച് ലേറ്റായിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ, നിങ്ങൾ ലൈഫായിട്ടൊക്കെ ഒന്ന് സെറ്റിലാവുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വിസിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഫാമിലിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപദേശിക്കാനും കുറ്റം പറയാനും നിൽക്കരുത്. കാരണം അത് എന്താ പറയുക, ഈ ഒരു ഫാമിലി എങ്ങനെയാണ് അവർ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി എങ്ങനെ ഇരിക്കണു എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം നമ്മളൊരു അഡ്വൈസ് പറഞ്ഞാൽ അത് അവരെങ്ങനെ എടുക്കണം എന്നൊന്നും നമുക്ക് അറിയില്ല. അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമില്ലല്ലോ. അപ്പം ചില ആൾക്കാർ പറയില്ലേ, ഇങ്ങനെയാണോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. വേറൊരു കൂട്ടം ആൾക്കാർ ചോദിക്കും പാലുണ്ടോ. അതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമായി മാറിയേക്കാണ്. ഒരു കുഞ്ഞുണ്ടായ വീട്ടിൽ ആ പുതിയ അമ്മേൻ്റെ അടുത്തുള്ള ചോദിക്കുന്ന ചോദ്യമാണ് പാലുണ്ടോ. അതൊക്കെ എന്താ പറയുന്നത്, ഒട്ടും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. കുഞ്ഞുണ്ടായി ചില ആളുകൾക്ക് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് 2 ആഴ്ചയൊക്കെ എടുക്കും ശരിക്കും ബ്രസ്റ്റ് മിൽക്ക് വരാനൊക്കെ. അപ്പോൾ ആ ആദ്യത്തെ ആഴ്ചയിലോ 2ാമത്തെ ആഴ്ചയിലായിരിക്കും നമ്മൾ പോയി ചോദിക്കുന്നത്, പാലൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് ചിലപ്പം നമ്മൾ ചോദിച്ചങ്ങ് വിടുമെങ്കിലും അത് ആ അമ്മയ്ക്ക് ചിലപ്പോൾ ഉള്ളിൽ മുറിവ് ഏറ്റിട്ടുണ്ടാവും. ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വന്ന് പല ചോദ്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഈ പുതിയ അമ്മേനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പയ്യെ തള്ളിവിടും. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം നമ്മളുടെ കുടുംബാംഗങ്ങളെ, നമ്മളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഇങ്ങനെ ന്യൂ പാരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കുക. ഇനി നമ്മൾ പോയാൽ തന്നെ നമ്മൾ അഡ്വൈസസ് ഒന്നും പറയാൻ നിൽക്കരുത്. ഇനി അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തെറ്റായിട്ട് നമുക്ക് തോന്നിയാൽ അത് ഒരു എന്താ പറയുക, അവരെ നന്നായിട്ട് നമുക്ക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എങ്ങനെ പറയണമെന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പറയുക, ഇല്ലെങ്കിൽ പറയാണ്ടിരിക്കുക. അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്ക് പിന്നെ അല്ലെങ്കിൽ മദർ ഇൻലോയ്ക്ക് ഫാദർ ഇൻലോ അവരെല്ലാവരും കൂടെ കൂടുന്നൊരു ഫാമിലി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതറിയായിരിക്കും.
അപ്പോൾ അവരത് ഡീൽ ചെയ്തോളും. പിന്നെ ചില ആൾക്കാർ പറയുന്നതാണ്, കുഞ്ഞൊക്കെ ഉണ്ടായാലോ ഇനിയിപ്പം വെയിറ്റ് കുറയ്ക്കാമല്ലോ. എല്ലാവരെ കൊണ്ടും നടക്കുന്ന കാര്യമില്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ചില ആൾക്കാർ പറയും കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേനും ബ്രസ്റ്റ് ഫീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും വെയിറ്റൊക്കെ തന്നെ കുറയുന്ന. ഞാനൊരു എക്സാമ്പിളാണ്. എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ണം വെച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് വിശക്കും. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യണം. അപ്പം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കും. ഞാനൊക്കെ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുന്ന പ്രകൃതികളാണ്. അങ്ങനെയുള്ള ശരീരപ്രകൃതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനത്തെ അഡ്വൈസസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻസോ പാസ് ചെയ്യുമ്പോഴത്തേനും ആ കേൾക്കുന്നവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസും ഒരു വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാണ്ടിരിക്കുക. അവിടെ ചെന്നിട്ടുള്ള സന്തോഷമായിട്ട് ഹാപ്പിയാണ്, കൺഗ്രാജുലേഷൻസ്, ദ പ്രസൻറ്റ് കൊടുക്കാനാണെങ്കിൽ കൊടുത്തിട്ടൊക്കെ പോരുക. അത്യാവശ്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ സിക്കാണെന്ന് വിചാരിക്കും, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, നമുക്ക് എന്തെങ്കിലും പനി വന്നു, ജലദോഷം വന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുണ്ടായിട്ടുള്ള ആ വീട്ടിൽ വിസിറ്റ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള ഈ ന്യൂ ബോൺസിനൊക്കെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഭയങ്കര ഇമ്മച്വർ ആയിരിക്കും. പെട്ടെന്ന് അസുഖം വരാനായിട്ടൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കോൾഡോ ചുമയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് പെട്ടെന്ന് പിടിക്കും. അതുപോലെ തന്നെ അമ്മയും പിന്നെ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനും വരും. അപ്പം നമ്മൾ എന്തെങ്കിലും അസുഖം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാണ്ട് പിന്നെ അവരുടെ അടുത്ത് പറയാം, ഇന്ന പോലെ നമുക്ക് അസുഖമൊക്കെ ഉണ്ട്, അതിൽ വയ്യാണ്ടിരിക്കുവാണ്, പനിയാണ്, ജലദോഷമുണ്ട്, ഇനി ചെറിയൊരു തുമ്മലാണെങ്കിൽ കൂടെ നമ്മൾ പോവാണ്ടിരിക്കുക, അവരെ അറിയിക്കുക, ഞങ്ങൾ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്, പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം എന്ന് അറിയിക്കുക. എന്നിട്ട് അവർ നമ്മൾ പോവാണ്ടിരിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അസുഖമോ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇടവിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇന്നലെ ഞാൻ പോയി കുഞ്ഞിനെ കണ്ടു, 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും തോന്നുകയാണ് കുഞ്ഞെ ഒന്നും കൂടെ പോയി കണ്ടാലോ, അല്ലെങ്കിൽ അവളെ ഒന്നും കൂടെ പോയി കണ്ടാലോ എന്നൊക്കെ. അപ്പം നമ്മളുടെ ക്ലോസ് ഫാമിലിയൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ പോയി ചെന്നിട്ട് നമ്മൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അതായത് ഞാൻ കുഞ്ഞിനെ പിടിക്കാം കുറച്ച് നേരം, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുറച്ച് നേരം കുഞ്ഞിനെ പിടിക്കാം, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറയൂലേ. അങ്ങനെ പറയാണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുഞ്ഞിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും. ഏറ്റവും നല്ലത് കുഞ്ഞും അമ്മയും എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതാണ് നല്ലത്. അമ്മേൻ്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ മാറ്റാതിരിക്കുന്നത്. കാരണം അവരുടെ ബോണ്ട്, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായി വരേണ്ട ടൈമാണല്ലോ. അപ്പം നമ്മളൊരു കാരണവശാലും 5 മിനിറ്റ് ആണെങ്കിൽ കൂടെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കൈമാറി എടുക്കാം, അമ്മയ്ക്കൊരു വിശ്രമമൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ ചെല്ലുന്നവർ കുഞ്ഞിനെ പിടിക്കാനെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് അല്ലാണ്ട് നമുക്ക് ഈ ഫാമിലീനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവിടെ ചെന്നിട്ട് പറയാം, നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൈസഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ, കടയിൽ പോകാനുണ്ടോ, ഷോപ്പ് ചെയ്യാനുണ്ടോ, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അത് ഒത്തിരി ഹെൽപ്പായിരിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ ലോണ്ട്രി ബാഗിൽ കുറച്ച് തുണി ഇരിക്കുന്നത് കണ്ടു ഉള്ളതല്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക, അത് ലോണ്ട്രി ബാഗിൽ തുണി ഇരിക്കുന്നല്ലോ, ഞാനത് വാഷ് ചെയ്തിടട്ടെ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോയപ്പം ഞാൻ പിന്നെ കുറച്ച് പാത്രം കിടക്കണമുണ്ടല്ലോ, വാഷ് ചെയ്യാനുണ്ട്, ഞാൻ അതൊന്ന് കഴുകി വെച്ചേക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട്, ഇനി പറഞ്ഞില്ലെങ്കിൽ കൂടെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അങ്ങനെ കുറച്ച് നമ്മളുടെ കണ്ണിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഹെൽപ്പ്. കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ചെല്ലരുത്. കാരണം നമ്മൾ കുഞ്ഞിനെ പിടിക്കുമ്പം അതൊരു ഹെൽപ്പാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പിന്നെ ഇത് പുതിയ അമ്മയ്ക്ക് ഉള്ളിനുള്ളിലൊരു ടെൻഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരാൾ കുഞ്ഞിനെ പിടിക്കുമ്പോൾ അയ്യോ അവർ ശരിയായിട്ടാണോ പിടിക്കണേ, എന്താ പറയുന്നത്, ഒത്തിരി നേരം ആയാലും പിടിക്കാതെ ഇനി ഞാനങ്ങ് പിടിച്ചാലോ, ഒരുപാട് വെറുതെ നമ്മളൊരു അനാവശ്യമായിട്ടൊരു ടെൻഷൻ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ പകരം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്പായിരിക്കും ആ ഒരു ഫാമിലിക്ക്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ മുഖത്ത് തൊടുക അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മളൊരു കുഞ്ഞിനെ കാണാൻ പോയി, അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, എന്താ പറയുക,
ഒരു ന്യൂ ബോൺ ബേബിനെ കാണുമ്പോൾ ആർക്കും എന്താ പറയുക ഇഷ്ടമില്ലാതെ വരുന്ന ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒന്ന് തൊടാനും ഒന്ന് ഉമ്മ വയ്ക്കാനും ഒന്ന് ലാളിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുഖത്തൊന്നും തൊടാണ്ടിരിക്കുക. അവരെ റാപ്പ് ചെയ്തിരിക്കുന്ന തുണി കൊണ്ട് മാത്രം അവർ ഇൻ കേസ് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് തൊടാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ആവശ്യമില്ലാതെ തൊടാനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ഉമ്മ കൊടുക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ന്യൂ ബോൺ ബേബീസ് അല്ലേ, പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. നമ്മൾ തന്നെ എവിടെയൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് പിടിച്ചതെന്നോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ പാസ് ചെയ്ത് പോയ ആൾക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മളൊരു കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. പറയുമ്പോൾ തോന്നും നമുക്ക് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ച് സമയം അവരുടെ ലൈഫായിട്ടൊന്ന് സെറ്റിൽ ആവാനുള്ള ടൈം കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വിസിറ്റ് ചെയ്യാൻ പോകണം. വിസിറ്റ് ചെയ്യാതെ ഇരിക്കരുത്. ഇനി വിസിറ്റ് ചെയ്യുമ്പം ന്യൂ ബോൺ ബേബിക്ക് മാത്രമല്ല ഗിഫ്റ്റ് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ പ്രത്യേകം ഓർക്കണം, അമ്മയ്ക്കും ഒരു ചോക്ലേറ്റ് എങ്കിലും കൊടുക്കണം. കാരണം അമ്മ കടന്നു പോയിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് ടൈമിലൂടെയാണ് ആ അമ്മ കടന്നു പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ സിസേറിയൻ സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയെന്ന് പറഞ്ഞാലും ആ ഒരു മെൻ്റൽ ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം എന്താ പറയുക, നമ്മൾ കുഞ്ഞിനൊരു ഉടുപ്പോ അല്ലെങ്കിൽ കുഞ്ഞിനൊരു ടോയോ അങ്ങനെ എന്തൊക്കെ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഇതേ അമ്മയ്ക്കും കൂടെ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അമ്മയെ എക്സ്പെക്റ്റ് ചെയ്യും എനിക്കും എന്തെങ്കിലും കാണുമായിരിക്കും എന്നുള്ളത്. എത്ര പ്രായമെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ കുട്ടിയല്ലേ. അപ്പം നമുക്കൊരു ഗിഫ്റ്റും കൂടെ ആരെങ്കിലും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് സന്തോഷമുള്ള കാര്യം അല്ലേ. അപ്പം എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു.